കേരള JDS വീണ്ടും പിളർപ്പിലേക്ക്. ദേശീയ സെക്രട്ടറി നീലൻ ലോഹിതദാസന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് നീക്കം. ഔദ്യോഗിക പക്ഷത്തോടും CK നാണുവിനോടും യോജിപ്പില്ലെന്നും JDSന്റെ ദേശീയ ബദൽ രൂപീകരിക്കുകയാണ് ലക്ഷ്യമെന്നും നീലൻ ലോഹിതദാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ദേശീയ പ്രസിഡന്റ് ദേവഗൌഡ BJPക്കൊപ്പം ചേർന്നതോടെയാണ് കേരള JDSൽ പിളർപ്പ് തുടങ്ങിയത്. ദേശീയ അധ്യക്ഷനെന്ന് സ്വയം പ്രഖ്യാപിച്ച് CK നാണുവും സംസ്ഥാനത്ത് വേറിട്ടു നിൽക്കുമെന്നറിയിച്ച് മാത്യു ടി തോമസിന്റെ നേതൃത്വത്തിൽ ഔദ്യോഗിക പക്ഷവും ആദ്യമേ പിളർന്നു. ഇരുവിഭാഗങ്ങളെയും അംഗീകരിക്കില്ലെന്നാണ് ഇപ്പോൾ ദേശീയ സെക്രട്ടറി നീലൻ ലോഹിതദാസിന്റെ നിലപാട്. ഈ മൊത്തം ദേശീയ തലത്തിൽ ഒരു ബദൽ സംഘടനാ സംവിധാനം വരുന്നതിനെ പൊളിക്കാൻ ആരുടെ സമ്മർദ്ദത്തിന് വിധേയമായി CK നാണുവിന്റെ പുറകിൽ നിൽക്കുന്ന ആരെ ഉപയോഗിച്ച് ഇതിനെ പൊളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നീക്കം നടത്തിയതിന്റെ പിന്നിൽ എന്ന് ബലമായി എനിക്ക് സംശയമുണ്ട്. കേരള പാർട്ടിയായിട്ടാണ് തുടരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഞാൻ വളരെ വ്യക്തം, ഞാൻ എൻ്റെ അവിടെ ഇല്ല എന്ന യോഗത്തിൽ ആവർത്തിച്ച് ഞാൻ പറഞ്ഞു. ദേശീയ രാഷ്ട്രീയവുമായി ചേർന്നുള്ള പ്രവർത്തനമാണ് തന്റെ ചരിത്രമെന്ന് വിശദീകരിച്ച നീലൻ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന സൂചനയും നൽകി. കാലം അത്രയും ഒരു ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ആണ് ഞാൻ നിന്നിട്ടുള്ളത്. ഇനിയും അങ്ങനെ നിൽക്കാനൊക്കും. ഇവരെങ്ങനെ പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ കേരളത്തിലെ സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചുകൂട്ടി എന്ത് വേണമെന്ന് ആലോചിക്കും. വിപുലവും വ്യാപകവുമായ ദേശീയാടിസ്ഥാനത്തിൽ ഒരു ബദൽ ഉണ്ടാക്കാൻ ശ്രമിക്കും. അതോടൊപ്പം ജനതാ പരിവാറിൽപ്പെട്ട മറ്റു കക്ഷികളെയും അതുമായി കോർത്തിണക്കാൻ ശ്രമിക്കും. ദേവഗൌഡയ്ക്കും CK നാണുവിനുമൊപ്പം ചേരാത്ത ദേശീയ നേതാക്കളുമായി നീലൻ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. കേരള JDS 2 നിന്ന് 3 ഗ്രൂപ്പുകളായി മാറുന്നത് LDFനും CPMനും തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.